എടുത്തൊരു ചാരിതാർത്ഥ്യം, ഇനി ഇത് ഒരുപാട് ആളുകൾ കാണണമെന്നുള്ളൊരു ആഗ്രഹം, അതൊക്കെയാണ് നിർമ്മാതാക്കൾക്കുള്ളത്. അത് തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യേണ്ടത് നിങ്ങൾ മീഡിയാസാണ്. നിങ്ങളുടെ ഇതുവരെയുള്ള സപ്പോർട്ടിനെ നമ്മൾ കുറച്ച് കാണുകയല്ല, നിങ്ങൾ തീർച്ചയായിട്ടും ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങോട്ടും ഈ സിനിമയ്ക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നന്ദി. കെട്ടിപ്പിടിച്ച് ഉറങ്ങേണ്ടി വരുന്ന മാതാപിതാക്കളുടെയും ഗ്രാൻഡ് പേരൻസിൻ്റെ ഒരു കാലത്താണ് ഇപ്പോൾ ജീവിക്കുന്നത്. ഇത് സമൂഹത്തിലൊരു വെല്ലുവിളിയായി മാറിക്കൊണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇവിടെ ജീവിക്കാൻ പറ്റാതെ പുറം രാജ്യത്ത് ജീവിക്കാൻ വരുന്ന ഒരു തലമുറയുടെ കഥ കൂടെയാണിത്. ഇങ്ങനെ സബ്ജക്റ്റ് കേട്ടപ്പം എനിക്ക് തന്നെ ഇത് പുറത്ത് കൊണ്ടുവരണം എന്നൊരു ഫീലിംഗ് ഉണ്ടായിരുന്നോ? ഈ സബ്ജക്റ്റ് കേട്ടപ്പോൾ ഈ ക്യാരക്ടറിലൂടെ എനിക്ക് തന്നെ ഈ മെസ്സേജ് കൊടുക്കണം എന്ന് തോന്നിയായിരുന്നോ? എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ തന്നെ? അല്ല, ഞാനതിനകത്തൊരു ടൂളല്ലേ. നമ്മളിപ്പോൾ എന്തായാലും ഇതിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് നിർമ്മാതാക്കളുണ്ട്, സ്ട്രോങ് ആയിട്ടുള്ള നിർമ്മാതാക്കളുണ്ട്, ഒരു സംവിധായകനുണ്ട്, ഒരു എഴുത്തുകാരനുണ്ട്. അപ്പോൾ ഈ റോള് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എന്താ ചെയ്യുന്നതുകൊണ്ട് നല്ല റോളല്ലേ. ഇങ്ങനെ ആസ്വദിച്ച് ഞാൻ ചെയ്ത റോളാണ്, ഇഷ്ടപ്പെട്ട് ചെയ്ത റോളാണ്. എനിക്കൊന്ന് എത്രയും ഞാൻ എൻ്റെ കരിയറിൽ തന്നെ ഒരു ബെസ്റ്റ് റോളാണ്. അപ്പോൾ അത് നമുക്ക് കിട്ടിയപ്പോൾ നമ്മൾ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അതിനകത്ത് പിന്നെ മുന്നും പിന്നും നോക്കേണ്ട കാര്യമില്ല. ഇനിയിപ്പോൾ ഇതിനകത്ത് ഈ റോളല്ല വേറെ റോളാണെങ്കിലും ഞാൻ ചെയ്യും. ചേട്ടപ്പോഴും തോന്നിയിട്ടുണ്ടോ എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ യുവാക്കൾ ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്യപ്പെടുന്നത്? നമ്മുടെ നാട്ടിലെ സിസ്റ്റത്തിന്റെ കുഴപ്പം കൊണ്ടാണോ അതോ ഇവിടെ ജീവിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ കൊണ്ടാണോ? ഇത് നമ്മൾ പണ്ട് മുതലേ ഞാൻ പറഞ്ഞില്ല, ഓരോ കാലഘട്ടത്തിൽ ഇപ്പോൾ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ 1-2 ഗൾഫുകാരായിരുന്നു, അല്ലെങ്കിൽ ഇടയ്ക്ക് എല്ലാ പഞ്ചായത്തിൽ 2 പേരൊക്കെ ആയിരിക്കും അമേരിക്കയിലുള്ളത്. ഇല്ല ചില വളരെ കുറച്ച് 1-2 പേര് ജർമ്മൻ നേഴ്സുമാരാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ട് കൂടുതലായിട്ട് ഈ യൂറോപ്പിലേക്കൊക്കെ. നമ്മുടെ ഈ പറഞ്ഞ പോലെ നമ്മുടെ സഹോദരിമാർ ഒരുപാട് പേര് നേഴ്സിംഗ് സർവീസ് നന്നായി ചെയ്ത് അങ്ങനെ പോയി. പിന്നെ കല്യാണം കഴിച്ച് വിടുന്ന ആണുങ്ങളും പോയി. അങ്ങനെയൊക്കെയുള്ളൊരു ഇതായിരുന്നു. അപ്പം ഒരുപാട് പിന്നീട് ഓരോ വർഷം കഴിയുന്തോറും ആളുകളുടെ എണ്ണം കൂടി തുടങ്ങി. അപ്പോൾ കൂടുതലും ശമ്പളം, നല്ല സാലറി കിട്ടുന്നു, നല്ല ഒരു പ്രത്യേകതരം സ്ഥലങ്ങൾ. അപ്പോൾ അതിൻ്റെ ഒരു സുഖവും കൊതിയും നോക്കിയിട്ടാണ് ആൾക്കാർ പോകുന്നത്. ഇതിനകത്ത് പോയതിൽ 80% സക്സസ് ആയിട്ടുമുണ്ട്. ഇതിനൊന്നും കുറച്ച് കാണുകയല്ല. പക്ഷെ നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ഇനിയുള്ള കാലഘട്ടം ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ അവിടുന്ന് ആളുകൾ ഇങ്ങോട്ട് വരുന്നൊരു കാലം വന്നേക്കാം. അങ്ങനെ വേണ്ടിയൊക്കെ നമുക്ക് ആശിക്കാം, പ്രാർത്ഥിക്കാം, കൊതിക്കാം. തീർച്ചയായിട്ടും.